അങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ഈ ഒരു വെറൈറ്റി സംഭവം കണ്ണിലുടക്കിയത് കേട്ടോ. ഇതൊരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ആ സംഭവത്തിലേക്ക് 2 കോലും വെച്ചടിക്കുമ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് തന്നെ ഒരു സൗണ്ടൊക്കെ ആയിട്ട് കേൾക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നേരെ ഇറങ്ങിയത് ഒരു പൂക്കളുടെ ലോകത്തേക്ക് തന്നെയാണെന്ന് പറയാം കേട്ടോ. പലതരം പൂക്കൾ, കുറേ റോസാപ്പൂക്കൾ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ നമ്മൾ ആകർഷിക്കുന്നത് അവരുടെ അറേഞ്ച്മെന്റ്സ് കേട്ടോ. പല രീതിയിൽ അവർ ഓരോ പൂക്കളും അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്ത് കാണാൻ. ഞങ്ങൾ കുറേ നേരം ആ പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കാണുന്നത് കുറേ സെറാമിക് പോട്ടുകളുടെ ലോകം കേട്ടോ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് ക്യൂട്ടൊക്കെ ആയിട്ടുള്ള നല്ല രസമുള്ള പോട്ടുകളും ഗ്ലാസുകളും കപ്പുകളും എല്ലാം ഉണ്ടായിട്ടോ അതിനകത്ത്. കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഡിസൈനും മോഡലുകളൊക്കെ ആയിരുന്നു കേട്ടോ അതിനകത്ത്. പിന്നെ ഞങ്ങൾ ഓരോന്ന് കണ്ടിറങ്ങി. പിന്നെ അതേ വണ്ടികളുടെയൊക്കെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ആക്റ്റീവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കയറിയിരിക്കാനായിട്ട് പറഞ്ഞത്. പിന്നെ അതേ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറേ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ അതേ എക്സിറ്റിലേക്കുള്ള വഴി പോകുന്നത് ഒരു ബാലന്മ കേവിലേക്ക് കൂടെ കേട്ടോ. അതിനകത്ത് രാജു, രാധ, വിക്രമൻ, മുത്തു, ലുട്ടാപ്പി, മായാവി, ഡാങ്കിനി അമ്മൂമ്മ അവരൊക്കെ ഉണ്ടായിരുന്നു. അനജയാണെങ്കിൽ ഭയങ്കര ഒരു അത്ഭുത ലോകത്ത് ചെന്ന് വിട്ടാണ് കേട്ടോ. അവളെ ഞാൻ ഇറക്കി വിട്ട് അവൾ ഓരോന്നിലേക്ക് തൊടാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഗുഹയിൽ കൂടെ നമ്മൾ കയറി ഇറങ്ങി വന്നത് കുടുംബശ്രീക്കാരുടെ ഫുഡ് സ്റ്റോളുകളിലേക്കായിരുന്നു കേട്ടോ. അതും കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇതേ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്തും കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വീട് എത്താറായത്തേലും കുണ്ടന്നൂർ പാലത്തിൻ്റെ മേളിൽ നമ്മുടെ ബൈക്ക് പണി തന്നു. പെട്രോൾ തീർന്നു. പിന്നെ കാക്കാൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പെട്രോളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും 2 പേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്